ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു AM ഫുഡ് കോർട്ട്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ചെമ്മീൻ റോസ്റ്റാണ്. അതിനുവേണ്ടി ഞാനിവിടെ 750 ഗ്രാം ചെമ്മീൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. 1.5 മീഡിയം സൈസ് സവോള അരിഞ്ഞത്, ഒരു വലിയ ടൊമാറ്റോ, കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു പച്ചമുളക്, കുറച്ച് കരിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു കുടംപുളി വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില ഇടുവാണ്. ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഞാൻ ഇതിനകത്തോട്ട് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടും. പിന്നെ 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടു. അതിനി നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയിടും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ അരിഞ്ഞു വെച്ച സവോള ഇടുവാണ്. ഈ സവോള നന്നായിട്ട് വാടണം. അതുകൊണ്ട് ഫ്ലെയിം ഞാൻ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി. സവോള നന്നായിട്ട് വഴന്ന് വരണം. അതായത് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കണം. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുവാണ്. സവാള ഒരുമാതിരി വഴന്ന് വന്നിട്ടുണ്ട്. എങ്കിലും ഇത് നല്ല ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ ഇത് വഴറ്റണം. എന്നാലേ നമ്മുടെ റോസ്റ്റിനൊരു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. സവാള ഇവിടെ നന്നായി വഴന്നിട്ടുണ്ട്. ഞാനിനി ഇത് ലോ ഫ്ലെയിമിലോട്ടാക്കി പൊടികളൊക്കെ ആഡ് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ ഇവിടെ നന്നായി മൂത്തിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്യുവാണ്. അതുപോലെ തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത് അതും കൂടെ ഇടുവാണ്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ടൊമാറ്റോ ഇവിടെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഞാൻ ഇനി ഈ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യുക. ഞാനിനി ചെമ്മീൻ ഇടുവാണ്. ചെമ്മീനിട്ട് ഇനി ഈ പുളി വെള്ളം വെച്ചിരിക്കുന്ന പുളിയും ആ വെള്ളവും കൂടെ ഇതിൻ്റെ കൂടെ ഒഴിക്കുവാണ്. പുളി ഒന്ന് കീറി ഇടുക. ഇനി ഇത് മൂടി വെച്ച് കുറച്ച് കരിവേപ്പിലയും കൂടി ഇടുവാണ്.
ഇനി ഇത് മൂടി വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു 20 മിനിറ്റ്. ഇടയ്ക്ക് ഇതിങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് നോക്കണം. വെള്ളമൊക്കെ ഏകദേശം പറ്റി വരുന്നുണ്ട്. കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇവിടെ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഉപ്പൊന്ന് നോക്കുവാണ്. ഉപ്പൊക്കെ കറക്റ്റാണ്. ഞാനിനി ഇതിനായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് പെരിഞ്ജീരക പൊടിയും കൂടെ ചേർക്കുക. ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫൈനലായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ പുറത്തോട്ടൊന്ന് ഒഴിക്കുവാണ്. അതുപോലെ തന്നെ 1 തണ്ട് കരിവേപ്പിലയും കൂടി. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യുവാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.